ഇപ്പം എല്ലായിടത്തും മുരിങ്ങക്കായ ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രമായിട്ട് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും കൂടി ഇട്ട് 2 ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് 2-3 പച്ചമുളകും കീറിയിട്ട് ചെറിയ ഉള്ളി ഇട്ട്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് മതി കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ അധികമായ മധുരം ഉണ്ടാവും, അത് വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കരിവേപ്പില നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, ഇത് ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പരിപ്പ്, വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, തോരപ്പരിപ്പാണ് കേട്ടോ ഉപയോഗിക്കണേ, എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിലിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒന്ന് മിക്സായി ഒരു കുറുകിയിട്ടുണ്ടാവും. അതിലേക്ക് നാളികേരം മാത്രം അരച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു അരമുറി നാളികേരം മതിയാവും കേട്ടോ. അത് നമ്മൾ മുരിങ്ങാക്കോലൊക്കെ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് ചേർത്താൽ മതി. വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം എല്ലാം പാകത്തിനെല്ലാം മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്വാദാണ് കേട്ടോ.